നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിൽ ചെയ്യുന്ന പോലെ ഒരൊറ്റ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അതിൽ 2 അക്കൗണ്ടുകൾ ആഡ് ചെയ്ത് നമുക്ക് സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ നമുക്ക് നമ്മുടെ വാട്സപ്പിൻ്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിലോ എങ്ങനെയുണ്ടാവും? സെറ്റാവില്ലേ? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്ന് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഒരു നമ്പറും അതേപോലെ നിങ്ങളുടെ ബിസിനസ് പരമായിട്ടുള്ള ഒരു 2 നമ്പർ, ഈ 2 നമ്പറിന് നമുക്ക് ഒരേ സമയം നമുക്ക് ഒരൊറ്റ ആപ്ലിക്കേഷനിൽ നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് സ്വിച്ച് ചെയ്ത് ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിലോ ഇതാ ഈ താഴെ കാണുന്ന പോലെ. ഇത് നമ്മുടെ വാട്സപ്പിൻ്റെ പഴയൊരു അപ്ഡേറ്റ് ആണെങ്കിൽ കൂടെ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒട്ടനവധി ഫ്രണ്ട്സ് നമുക്ക് ഇടയിലുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ അറിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു തേർഡ് പാർട്ടിയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സ്പേസ് കളയുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള നിങ്ങൾക്ക് വീഡിയോസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ താഴെ കാണുന്ന ഈ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, സമയം കളയാതെ നേരെ നമുക്ക് നമ്മുടെ ആ ഒരു ഓപ്ഷനിലേക്ക് പോയാലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നതിന് ശേഷം ഏറ്റവും റൈറ്റ് സൈഡിന് മുകൾ ഭാഗത്ത് ഒരു 3 ഡോട്ട് കാണാൻ സാധിക്കും. അത് നമ്മൾ സെലക്ട് ചെയ്യാം. എന്നതിന് ശേഷം താഴെ സെറ്റിങ്സ് കാണും, അതെടുക്കുക. എന്നതിന് ശേഷം വീണ്ടും റൈറ്റ് സൈഡിലും മുകൾ ഭാഗത്തായിട്ടൊരു പ്ലസ് എന്നൊരു ഐക്കൺ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം വീണ്ടും താഴെയായിട്ട് നമുക്ക് ആഡ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം വീണ്ടും താഴെ കാണുന്ന എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം ഇനി നമുക്കിതിൽ ഏത് കൺട്രിയുടെ നമ്പറാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആ കൺട്രി നമ്മൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിവിടെ ഒരു കൺട്രി സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്ക് ആ നമ്പർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് ഒന്ന് കൊടുക്കുക. ഇത് വളരെ സിമ്പിളാണ്. ഓക്കെ, നമ്മുടെ പുതിയ വാട്സപ്പൊക്കെ നമ്മളെങ്ങനെ ക്രിയേറ്റ് ചെയ്യുക അതേപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ സെയിം നമ്പറിൽ മുമ്പ് നമ്മൾ വാട്സപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബാക്കപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഗീവ് പെർമിഷൻസ് ഒക്കെ കൊടുത്ത് നമുക്ക് അതിൽ ഗൂഗിൾ അക്കൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ ബാക്കപ്പൊക്കെ നമുക്ക് ഈ ഒരു ഗൂഗിളിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതൊരു പുതിയ നമ്പർ ആയതുകൊണ്ട് ഞാൻ സ്കിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ വാട്സപ്പിൽ എന്തെങ്കിലും ചാറ്റുകളോ അല്ലെങ്കിൽ മീഡിയാസോ എന്തെങ്കിലുമൊക്കെ നമുക്കിവിടെ റീസ്റ്റോർ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ സ്കിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കുകയാണ്. അതിന് ശേഷം സ്കിപ്പ് റീസ്റ്റോർ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും സ്കിപ്പ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്കിവിടെ പ്രൊഫൈലിനൊരു ജസ്റ്റ് പേര് കൊടുക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഒരു പേര് കൊടുക്കുകയാണ്. ഓക്കെ, എന്നതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ സെയിമായിട്ട് ഒരു പുതിയൊരു വാട്സപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും അതേപോലെ തന്നെയാണ്, സിമ്പിളാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ നമ്മൾ സിമ്പിളായിട്ട് ഒരു നമ്പർ ആഡ് ചെയ്ത് നമുക്ക് ഇതേപോലെ സ്വിച്ച് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.